ഹായ് ഓൾ. അപ്പം നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പച്ചടി വെച്ചാലോ? പൈനാപ്പിൾ, തേങ്ങ ഇതൊക്കെ നമുക്ക് ആദ്യം എടുക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുക. അതിന് കുഞ്ഞു കുഞ്ഞു പീസായി ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞത് നമ്മൾ ഇടുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. പാത്രം അടച്ചു വെക്കുക. കുറച്ചായി കഴിയുമ്പോഴേക്കും നമുക്ക് ശർക്കര അതിലേക്ക് ചേർക്കാം. ശർക്കര ഓരോന്നോരോന്നായി പെറുക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ആ സമയത്ത് ഒരു കപ്പ് ചിരകിയ തേങ്ങ, അതിലേക്ക് ജീരകം, കടുക് എന്നിവ ചേർത്ത് കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായി ചതച്ചെടുത്താൽ മതി. എനിക്കതാണ് ഇഷ്ടം, നമുക്ക് അങ്ങനെ ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ ശർക്കരയിട്ട് പൈനാപ്പിൾ റെഡിയായോ എന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് നന്നായി ഇളക്കി ഇതിന് വേണ്ട കടുക് വറുക്കലാണ് അടുത്തതായി ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി എന്ന് ഉറപ്പ് വരുത്തുക. അതുവരെ നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല രസമില്ലേ കാണാൻ? ഇനി അടുത്തതായി നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണ്. അതിനായി അല്പം എണ്ണ, അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാവുന്നതാണ്. ഇത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂട്ടിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തൊരു സ്മെല്ലാണെന്നറിയോ ഈ സമയത്ത്. ഇനി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് ചാറ് പോലെ നീട്ടി വെക്കുന്നത് ഇഷ്ടമല്ല. ഇതുപോലെ കുറച്ച് തേങ്ങ കടിക്കാൻ കിട്ടുന്നതാണ്